1973 74 ആണ് ഞാൻ ഫാറൂഖ് കോളേജിലെ അറബിക് കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നത്. അന്ന് നാട്ടിൽ നിന്നും ദൂരെ ആയതുകൊണ്ടും ഇപ്പോഴത്തെ അത്ര വാഹന സൗകര്യങ്ങളില്ലാത്തതുകൊണ്ടും ഞങ്ങൾ ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത്. വൈകുന്നേരം 4 മണിക്കും 7 മണിക്കുമിടയിൽ പരിസര പ്രദേശങ്ങളിലേക്ക് നടക്കുക അന്ന് വിദ്യാർത്ഥികളുടെ ഒരു രീതിയായി. അങ്ങനെയാണ് ഒരു ദിവസം ഫറൂഖ് ചുങ്കത്തിനും ഫറൂഖ് കോളേജിനും ഇടയിലുള്ള കൊക്കി വളവിൽ ഒരു സമരം നടക്കുന്നത് കണ്ടത്. പ്രൊഫസർ മന്മഥൻ സാറിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘം ജാഥയായി വരികയും കൊക്കി വളവിലുള്ള മദ്യഷാപ്പ് അടപ്പിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനം അന്നത് കാണുകയും ചെയ്യാൻ വിദ്യാർത്ഥികളായ ഞങ്ങൾക്ക് സാധിച്ചു. ഞാൻ പ്രൊഫസർ മന്മഥൻ സാറിനെ കണ്ടിട്ടുണ്ട് എന്ന് ഇപ്പോൾ എനിക്ക് പറയുന്നതിൽ വലിയ അഭിമാനമാണ്. പിന്നീട് പഠനം കഴിഞ്ഞ് കോഴിക്കോട് പ്രദേശത്തൊക്കെ ചെറിയ പ്രഭാഷണങ്ങളും മത സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങളും നടത്തുമ്പോഴാണ് ഒരിക്കൽ NP അബു സാഹിബ് കോഴിക്കോട് പട്ടാളപ്പള്ളിയിൽ നിന്ന് നമസ്കരിച്ചു വരുമ്പോൾ ഞാനും നമസ്കരിച്ചു വരുമ്പോൾ അദ്ദേഹത്തെ കാണുന്നത്. NP അബു സാഹിബ് സാഹിത്യകാരൻ NP മുഹമ്മദിന്റെയും കോൺഗ്രസ് നേതാവായിരുന്ന NP മൊയ്തീന്റെയും പിതാവാണ്. സാഹിത്യകാരൻ NP ഹാഫിസ് മുഹമ്മദിന്റെ പിതാമഹനാണ്. വളരെ ശോഷിച്ച ഖദർ വസ്ത്രധാരിയായ വളരെ സാത്വികനായ ഒരു മനുഷ്യൻ. സ്വാതന്ത്ര്യ സമരം സ്വപ്നം കണ്ട് കഴിയുന്ന ആ പ്രവർത്തനത്താൽ തന്നെ വേറെ വരുമാനമുണ്ടാക്കാൻ കഴിയാതെ വീട്ടിലെത്തുമ്പോൾ ഭക്ഷണം കഴിക്കാനില്ലാത്ത ഒരവസ്ഥയാണ് അന്ന് കുടുംബത്തിലുണ്ടായിരുന്നത് എന്ന് തൻ്റെ കുടുംബത്തെക്കുറിച്ച് ഹാഫിസ് മുഹമ്മദ് എഴുതിയത് ഞാൻ വായിച്ചു. വീട്ടിലേക്ക് വരുമ്പോൾ ഭക്ഷണമില്ലെങ്കിലും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്ന ആ പ്രതീക്ഷയിലാണ് രാത്രി കിടന്നുറങ്ങിയത് എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു. മദ്യനിരോധ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കണം, അതൊരു പുണ്യകർമ്മമാണ്. അദ്ദേഹം പറഞ്ഞത് ഒരു സ്വാലിഹായ അമലാണ് എന്നാണ്. ഇസ്ലാമിക് ടെർമിനോളജിയിൽ സ്വാലിഹായ അമൽ എന്ന് പറഞ്ഞാൽ പുണ്യകർമ്മം എന്നാണ്. ഇതൊക്കെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിലനിൽക്കുമ്പോഴാണ് രവീന്ദ്രൻ മാഷും അതുപോലെ കുഞ്ഞികൃഷ്ണൻ മാഷും ചിന്നമ്മ ടീച്ചറും പത്മിനി ടീച്ചറും ഖദീജ നർഗീസ് ടീച്ചറും ഒക്കെ ഈ രംഗത്ത് പ്രവർത്തിച്ചു വരുന്നത് ഞാൻ കാണുന്നത്. അങ്ങനെയാണ് മദ്യനിരോധ സമിതിയിൽ ഞാൻ എത്തിപ്പെടുന്നത്. പിന്നീട് കുറെ സമരങ്ങൾ കാണാനും പിന്തുണ നൽകാനും സാധിച്ചു. കോഴിക്കോട് കുരിശുപള്ളിയുടെ മുമ്പിൽ ഒരു അനധികൃത ബാറ് വന്നതിനെതിരെ എനിക്ക് തോന്നുന്നു 100 ദിവസത്തോളം നീണ്ടു നിന്ന സമരം. എല്ലാ വെള്ളിയാഴ്ചയും കോഴിക്കോട്ട് ജുമാക്ക് പോകുമ്പോഴേ ഞാൻ അവിടെയും പോകും, ഒരു പ്രസംഗം നടത്തും. അവർക്ക് ഇതിന്റെ പ്രചരണത്തിന് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഒരു ചീപ്പ് അതും ചിലപ്പോഴൊക്കെ കൊടുക്കും. അബ്കാരികൾ എത്ര ശക്തരാണ് എന്ന് മനസ്സിലായത് അന്നാണ്. ഇതുപോലെ ഇവിടെ ഒരു മദ്യഷാപ്പും അപ്പുറത്ത് ഒരു കുരിശുപള്ളിയും ആരാധനാലയത്തിന്റെയും വിദ്യാലയത്തിന്റെയും അകലം 200 മീറ്ററോ 400 മീറ്ററോ ആയിരിക്കാം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ക്രോസ് ചെയ്താൽ അപ്പുറത്ത് മദ്യഷാപ്പും ഇപ്പുറത്ത് ആരാധനാലയം. അത് കോടതിയിലെത്തിയപ്പോഴേ മദ്യമുതലാളി വാദിച്ചത് ഇവിടെയല്ല മുറിച്ചു കടക്കാനുള്ള സീബ്ര ലൈൻ ഉള്ളത്, അത് അപ്പുറത്ത് ക്രിസ്ത്യൻ കോളേജിന്റെ അടുത്താണ് എന്ന് പറഞ്ഞാൽ മദ്യപാനി ഇവിടെ നിന്ന് പോയി സീബ്ര ലൈൻ നോക്കി ആണ് ആരാധനാലയത്തിലേക്ക് പോവാൻ എന്ന്. മദ്യപിച്ചവന് റോഡ് തന്നെ മനസ്സിലാകാത്ത അവസ്ഥയിൽ അങ്ങനെ ന്യായമുണ്ടാക്കിയിട്ട് കാര്യമുണ്ട്. പിന്നീട് അതുപോലെ തന്നെ പേരാമ്പ്ര ഒരു സൂര്യാബാർ സമരം ഉണ്ടായി. സൂര്യാബാറിനെതിരെ അതിശക്തമായ സമരം ശക്തിപ്പെട്ട് വന്നപ്പോഴേ ഉണ്ടായ പ്രശ്നം ഡോർ ടു ഡോർ ഇത് അളക്കണമെന്നാണ്. മദ്യഷാപ്പിന്റെ ഡോറും ആരാധനാലയത്തിന്റെ ഡോറും അങ്ങനെ അളന്നു നോക്കുമ്പോഴേ 3 മീറ്റർ ആ ഡോർ മാറ്റി വെച്ചാൽ അത് ലീഗലാവും. അങ്ങനെ അവര് ആ കെട്ടിടത്തിന്റെ മദ്യഷാപ്പിലേക്കുള്ള ഡോറ് 3 മീറ്റർ മാറ്റി വെച്ചു. മദ്യഷാപ്പ് അവിടെ പ്രവർത്തിക്കുകയും ചെയ്തു. പിന്നീട് അടയ്ക്കേണ്ടി വന്നു. ഇതൊക്കെ ഞാൻ പറയുന്നത് ഇവിടെ കുഞ്ഞികൃഷ്ണ മാഷ് പറഞ്ഞു, അബ്കാരികളുടെ ശക്തി വലുതാണ്. ഒരു
വർഷം മുമ്പാണെന്ന് തോന്നുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമുദായ നേതാക്കളുടെ ഒരു യോഗം വിളിച്ചു. ലഹരിക്കെതിരെ, രാസലഹരിക്കെതിരെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കാൻ സമുദായ നേതാക്കളുടെ ഒരു യോഗം വേറെ, അധ്യാപകരുടെ യോഗം വേറെ, രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ളവരുടെ വ്യാപാരി വ്യവസായികളുടെ യോഗം വിളിച്ചു. എന്നിട്ട് നമ്മുടെ നാടിനെ രക്ഷിക്കാൻ നിങ്ങളുടെയൊക്കെ പിന്തുണ വേണമെന്ന് പറഞ്ഞു. സങ്കടകരമെന്ന് പറയട്ടെ, ആ യോഗത്തിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. ആദ്യമായി ആ യോഗത്തിൽ സംസാരിക്കാൻ മുഖ്യമന്ത്രി വിളിച്ചത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ മദ്യമുതലാളിയായിരുന്നു. സമുദായത്തിന്റെ പേര് എന്ന് പറഞ്ഞാൽ മനുഷ്യരെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ്. പ്രകടന പത്രികയിൽ പറഞ്ഞ ഒരു കാര്യം നടപ്പിലാക്കണമെന്ന് ഇവിടെ സമരത്തിൽ പറയുന്നുള്ളൂ. അതായത് ഘട്ടം ഘട്ടമായി മദ്യം നിരോധിക്കണം, ഇല്ലാതെയാക്കണം, ലഭ്യത കുറയ്ക്കണം എന്നത്. അത് ചെയ്താൽ ഇവിടെ വലിയ സംഭവമൊന്നും ഉണ്ടാവില്ല. ശ്രീമാൻ ആന്റണി ചാരായം നിരോധിച്ചു. ചാരായം നിരോധിച്ചാൽ രാജവാറ്റ് കൂടും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ സർക്കാർ ഉറച്ചു നിന്നു. ചാരായം ഇപ്പോൾ നിരോധിച്ച അവസ്ഥയിൽ തുടരുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു വർഷം 10% ഈ ബാറുകൾ കുറക്കും എന്ന് പറഞ്ഞ് കുറച്ചു കൊണ്ടുവന്നു. അങ്ങനെ 40-ൽ താഴെ 39 മറ്റോ ബാർ കേരളത്തിൽ ആയിത്തീർന്നു. ഒരു 2 വർഷം കൂടി കഴിഞ്ഞാൽ കേരളത്തിൽ ബാർ ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ അട്ടിമറിച്ചു. എന്നിട്ട് ഇപ്പോൾ അത് 10 വർഷം കൊണ്ട് 1000-ൽ അധികമായി തീർന്നു. അപ്പൊ നമുക്ക് ചെയ്യാനുള്ളത് ഇതിനെ രാഷ്ട്രീയമായി നേരിടുക എന്നതാണ്. മതോപദേശം പോലെ, പള്ളിയിൽ പറയും പോലെ വളരെ സാത്വികരായ ശാന്തരായ ജാതീയന്മാരും മതനേതാക്കന്മാരും ഇങ്ങനെ പറഞ്ഞ് അത് യേശുന്നില്ല. എന്നുള്ളത് ഡെമോക്രസിയിൽ, ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ ആയുധം ബാലറ്റാണ് എന്നതാണ്. ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങൾ ഇവിടെ ഈ മദ്യഷാപ്പ് പാടില്ല എന്ന് പറഞ്ഞാലും മദ്യഷാപ്പ് തുറക്കുകയാണ്. എന്നാൽ നിങ്ങളൊരു ആരാധനാലയത്തിന് പഞ്ചായത്തിലോ കോർപ്പറേഷനിലോ അപേക്ഷ കൊടുത്തു നോക്കൂ. എല്ലാ ബിൽഡിംഗ് റൂളും പാലിച്ചുകൊണ്ട് അത് നിങ്ങൾ എത്ര കൊല്ലം മെനക്കെട്ടാലും ഒരു ആരാധനാലയം, ദേവാലയം, പ്രാർത്ഥനാലയം അതിന് അനുവാദം തരില്ല. എന്നിട്ട് നാട്ടിൽ എല്ലാവരും വേണ്ട എന്ന് പറഞ്ഞെടുത്ത് മദ്യഷാപ്പ് വരികയും ചെയ്യുന്നു. ഇതിനെ കണ്ടറിഞ്ഞ് പ്രതികരിക്കാനുള്ള ഏറ്റവും പറ്റിയ ഒരു സമരം തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴും നമ്മുടെ പ്രസ്ഥാനം ഇത് 2 പ്രസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്നുണ്ടായിരുന്നു കുറെ കാലം. രവീന്ദ്ര മാഷിന്റെ നേതൃത്വത്തിലൊന്നും അതുപോലെ കുഞ്ഞികൃഷ്ണ മാഷിന്റെ നേതൃത്വത്തിലൊന്നും അവർ രണ്ടും കൂടിയിരുന്ന് നീക്കുപോക്കുകൾ ഉണ്ടാക്കി അങ്ങനെ ഒന്നായി തീർന്ന ഈ സമയത്ത് ഇനി അങ്ങോട്ടുള്ള നമ്മുടെ പ്രവർത്തനം 10 മടങ്ങ് വർദ്ധിക്കും എന്നത് ഉറപ്പാണ്. മദ്യനിരോധന സമിതിയുടെ ആളുകൾ വളരെ പാവങ്ങളാണ്. പെൻഷൻ കിട്ടിയ പണം ഉപയോഗിച്ചാണ് ഇവരൊക്കെ തന്നെ ഈ പ്രവർത്തനം നടത്തുന്നത്. സഹായിക്കാൻ വലിയ ആളുകളില്ല. അങ്ങനെയുള്ള ഒരു പണപ്പിരിവുമില്ല. എന്തെങ്കിലും കണ്ടറിഞ്ഞ ആളുകൾ നൽകിയാൽ അത് ഉപയോഗിക്കുന്നു എന്നല്ലാതെ വേറെ യാതൊരു ഭൗതിക മോഹങ്ങളും ഇവർക്കില്ല. ഈ കഴിവുള്ള ആളുകൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ അവർക്ക് പറ്റിയ ഒരു മണ്ഡലം തെരഞ്ഞെടുത്ത് ഞാൻ നിങ്ങളെ കൂടെ നിൽക്കാന്ന് പറഞ്ഞാൽ അവർക്ക് വിജയിക്കാൻ കഴിയും. കാരണം അവർക്ക് പ്രചരണം അറിയാം, പ്രഭാഷണം അറിയാം, നല്ല വിജ്ഞാനമുള്ള ആളുകളാണ്. അവർ കാണുന്നത് അതിനേക്കാൾ വലുത് ഇതാണ്, രാജ്യത്തെ സംരക്ഷിക്കുക. അത് ഗാന്ധിജിയുടെ ഒരു സ്വപ്നമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ ഉടൻ നടപ്പിലാക്കേണ്ട 2 കാര്യം ഗാന്ധിജി പറഞ്ഞത്. ഒന്ന്, രാജ്യത്ത് മദ്യം നിരോധിക്കണം. രണ്ടാമത്തത്, ഏറ്റവും അധസ്ഥിതികളെ കഴിഞ്ഞുകൂടുന്ന ആദിവാസികളെയും ദളിതരെയും പിന്നോക്ക സമൂഹങ്ങളെയും ഉയർത്തിക്കൊണ്ടുവന്ന് ഭരണത്തിൽ പങ്കാളിത്തം ഉണ്ടാക്കണം എന്നാണ്. ആ 2 കാര്യങ്ങളും ഇപ്പോഴും സാധിക്കാതെ നിൽക്കുന്നു എന്നത് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എന്ത് എന്ന് ഇക്കണ്ടതാണ് ഇന്ത്യയെങ്കിൽ പിന്നെ എന്തിനാണ് ആ സായിപ്പിനെ എവിടെ ഓടിച്ചത് എന്ന അർത്ഥത്തിൽ കവി പാടാനുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമാണ്. ഈ സന്ദർഭത്തിൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മെനയാന്ന് രാത്രി എന്നെ വിളിച്ചു പറഞ്ഞു എന്ന് കുഞ്ഞികൃഷ്ണ മാഷ് പറഞ്ഞു. ശരിയാണ്, മെനയാന്ന് രാത്രിയാണ് എന്നോട് പറഞ്ഞത്. ഇന്നത്തെ എൻ്റെ അവസ്ഥയിൽ എനിക്ക് 4 പ്രോഗ്രാംസിൽ പങ്കെടുക്കാനുണ്ട്. 2 പള്ളി ഉദ്ഘാടനങ്ങളുണ്ട്, 2 കുടുംബ സംഗമങ്ങളുണ്ട്. പക്ഷെ ഞാൻ ആലോചിച്ചു, ഇങ്ങനെയാണ് ഈ ഇന്ത്യ എങ്കിൽ പള്ളി ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം?
ഇങ്ങനെയാണ് ഇന്ത്യ എങ്കിൽ പിന്നെ കുടുംബസംഘം ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? അവരോടൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഞാൻ വരും, എല്ലായിടത്തും വൈകും. അതിനേക്കാൾ വലിയ ഒരു പുണ്യകർമ്മത്തിലാണ് എനിക്ക് മലപ്പുറത്ത് പോകാനുള്ളത്. 7:30 മണിക്ക് ഞാൻ കോഴിക്കോട് മടവൂരിൽ നിന്ന് പുറപ്പെട്ടതാണ്. ഏതായാലും ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു. ഈ പ്രവർത്തനത്തിന് ദൈവത്തിന്റെ കാരുണ്യമുണ്ടാവട്ടെ, അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.